ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന നോൺ വെജിറ്റേറിയൻ റെസിപ്പിയാണു. ഈ റെസിപ്പി ശരിക്കും പറഞ്ഞാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഗരം മസാലയും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ എന്നാ പറയുക, ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ എന്നാ ചെയ്യുന്നത്, ചിക്കൻ ഇച്ചിരി വേവിച്ച് വെച്ച് നമ്മൾ വറുത്ത് കോരുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. ഈ പ്രാവശ്യം സംഭവം വേവിച്ച് വെച്ചൊക്കെ നമ്മൾ വറുത്ത് കോരുന്നതിന് പകരം ഞാൻ ഇച്ചിരി ഗ്രില്ല് ചെയ്യാൻ പോവുക. അതിനാ ഗ്രിൽ പാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഓവണോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലത്തെ ഗ്രിൽ പാൻ മേടിക്കാൻ കിട്ടുവേ. അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം മേടിച്ച് വെച്ചാലുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പേ തന്നെ ചെയ്യാൻ ഉള്ളൂ. അല്ലാതെ ഓവൺ തന്നെ വേണം ഗ്രില്ല് ചെയ്തെടുക്കാനൊന്നും ഒന്നും വേണ്ട, ടെൻഷൻ ആക്കണ്ട. ഇനി ഇത് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രില്ല് ചെയ്ത് വെച്ചാൽ, അതായത് ബട്ടറിൽ വെച്ചിട്ട് എന്നാ വെജിറ്റബിൾസ് ആയാലും ചിക്കൻ ആയാലും മീനായാലും എന്നതാണേലും ബട്ടറിൽ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് കറക്റ്റായിട്ട് ഒരു ഇന്ത്യൻ റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എബ്രോഡിൽ ഇറ്റാലിയൻ ആണോ കോണ്ടിനെൻ്റൽ ആണോ എന്നൊക്കെ ചോദിച്ചാലും അതൊന്നും അല്ല. ഇതൊരു ഫ്യൂഷൻ സാധനമാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കൈവാക്കിന് പറ്റിയ ഒരു കറി ഉണ്ടാക്കിയതായിരുന്നു. ഇതിനകത്ത് കുറച്ചൊരു ക്രീമിയൊക്കെ ചേർത്തേച്ച് ചെയ്യുന്നതാണ്. ഈ തൈരാണ് ഏറ്റവും കൂടുതൽ മാരിനേറ്റ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ തൈര് ഏത് സാധനത്തിൻ്റെ കൂടെയും, അതായത് ഇപ്പം നമ്മുടെ മീറ്റിനകത്ത് കംപ്ലീറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഒക്കെ ഇച്ചിരി സമയം വേറെ തൈരയിൽ ഇച്ചിരി കുഴച്ച് വെക്കുവാണെങ്കിൽ ഈ ഇറച്ചി ഉണ്ടല്ലോ ഒത്തിരി മൃദുവാകും. അന്നേരം വേവാനൊക്കെ ഇച്ചിരി എളുപ്പമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഇതേപോലെ ബോൺലെസ് പീസാണ്. ഈ ബോൺലെസ് പീസിനകത്ത് ഞാൻ ഇച്ചിരി എന്നാ പറയുക, തൈരും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് പുരട്ടി വെച്ചേച്ച് ഗ്രില്ല് ചെയ്ത് അതിനുള്ള സോസ് ഉണ്ടാക്കി ഇച്ചിരി പണിയുള്ള ഒരു ഏർപ്പാടായിരുന്നു ചെയ്യാൻ പോകുന്നത്. കാര്യം കുറച്ച് ദിവസം കൊണ്ട് നമ്മളൊരു ഇച്ചിരി എളുപ്പമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ഒരു ഇച്ചിരി പാടുള്ളത് നല്ലപ്പോൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയല്ലേ. അപ്പോൾ ആദ്യം എന്നാ വേണ്ടിയെന്ന് നോക്കിയോ, ഇത് കുറച്ച് കട്ടി തൈരാണേ, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തേക്കുക, ഇച്ചിരി ഉപ്പ്, കുറച്ച് കുരുമുളക്, ചിക്കൻ ബോൺലെസ് ആയിട്ട് കട്ട് ചെയ്തേക്കുക, ചിക്കൻ്റെ ബ്രസ്റ്റ് ആയത് എടുത്തേക്കുന്നത്, അതല്ല ബ്രസ്റ്റ് പീസായിട്ട് തന്നെ എടുക്കുവാന്നേലും അങ്ങനെ മതി. പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ. ഈ ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെജിറ്റബിൾ ഓയിൽ എടുത്തേച്ചാൽ മതി. ഇച്ചിരി ബട്ടർ, കുറച്ച് പച്ചമുളക്, എരിവില്ലാത്ത കേട്ടോ, ഈ കറിക്ക് ഒത്തിരി എരിവില്ല, അതുകൊണ്ട് അതിനകത്തെ അരിയെല്ലാം എടുത്ത് കളഞ്ഞേച്ചെടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് മേടിച്ചതൊന്നുമല്ല, നമ്മൾ ടൊമാറ്റോ ഈ പറഞ്ഞ പോലെ അരച്ചെടുത്തേക്കുക. ഇച്ചിരി ഗരം മസാല, പിന്നെ വേണ്ടി ഇത് കുറച്ച് പാപ്രിക്ക പൗഡറാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം, നമ്മുടെ സാധാ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയില്ലേ, അത് ഇട്ടേച്ചാലും മതി. പിന്നെ കുറച്ച് ടൊമാറ്റോ, കുറച്ച് ഫ്രഷ് ക്രീം, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും സാധനം വേണ്ടിയ. ഇനി ഫ്രഷ് ക്രീമിന് പകരം എന്നാ ചേർക്കണമെന്ന് ചോദിച്ചാൽ ഉള്ള നേര് പറയാലോ, ഫ്രഷ് ക്രീമിന് പകരമായിട്ട് ഇന്ന കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അതിന് ആ ടേസ്റ്റ് വരും എന്നുള്ളത് പറയാൻ ഒക്കത്തില്ല എനിക്ക്. ഫ്രഷ് ക്രീം തന്നെ വേണം. അതിനൊരു പ്രത്യേക സ്വാദാണ് നമ്മൾ ആ കറികളിൽ ചേർക്കുമ്പോഴത്തേനെ. അപ്പോൾ ഈ നമ്മുടെ അടുക്കലുള്ള കടയിൽ കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി സിറ്റിയിലോട്ടോ ടൗണിലോട്ടൊക്കെ ഒന്ന് പോകുമ്പോഴത്തേന് അതൊന്ന് മേടിച്ച് വെച്ചേച്ച് കറി തുടങ്ങുന്നതായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് നോക്കണമായിരുന്നോ എന്നും പറഞ്ഞ് ചിന്തിക്കരുത്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ രുചിയായി പോകും. നമ്മൾ ആ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ എന്നാ പറയുക, ഇറച്ചി ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഇറച്ചി അങ്ങ് ഇടുക. സെക്കൻഡ് കുറച്ച് തൈര്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. 1 കിലോ ആണെങ്കിൽ നമുക്കറിയാം 1.5 ടീസ്പൂൺ വീതം എടുക്കണം. പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്, അതേപോലെ കുറച്ച് കുരുമുളക്. ഇത് ഇവിടെ വെച്ചേച്ച് സാധാരണ ഒരു ഇച്ചിരി ഒലീവ് ഓയിലും, ഒലീവ് ഓയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെജിറ്റബിൾ ഓയിൽ എടുത്തേച്ചാൽ മതി.
ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്യൂബ് ബട്ടർ ഇട്ടേച്ചാൽ മതി. പക്ഷെ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പക്ഷെ ഞാൻ പറയാം, നമ്മൾ ഗ്രേവിക്ക് എന്തായാലും ബട്ടർ ഇടണം, അത് വേറെ കാര്യം. ഈ നമ്മുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ, ഈ ബട്ടറിലൊക്കെ കിടന്നൊന്ന് ടോസ്റ്റ് ആവുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇതധികം മാരിനേറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും നമ്മളൊന്ന് ഈ ചേർത്തേക്കുന്നൊക്കെ വേവിച്ചെടുത്ത് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി വേവുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചേർത്തേക്കുന്ന എല്ലാം ഈ ഇറച്ചിയിൽ അങ്ങ് പിടിച്ചോളും. ഇനി ഈ ചിക്കൻ ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് അത് നല്ല ബ്രൗണായി ഈ ബട്ടറും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് ഗ്രില്ലായിട്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്നാ പറയുക, തിളച്ചേച്ച് അതിനകത്തെ വെള്ളമൊക്കെ ഊറി വരുന്നുണ്ട്. ഇനി ആ തൈരെല്ലാം ചിക്കനെ പറ്റി പിടിച്ച് തന്നെ ഇരിക്കുക, അത് മാറ്റിയിട്ടൊന്നുമില്ല, അതേ കൂട്ട് തന്നെയാണ്. ഇനി ഇത് എന്നാ പറയുക, കുറച്ച് സമയം എടുക്കും. അതാ ഒന്ന് വറ്റി ഈ വെള്ളം മുഴുവൻ പറ്റിയേച്ച് ആ ചിക്കൻ ഒന്ന് മൊരിഞ്ഞ് ബ്രൗൺ ആയിട്ട് ഇങ്ങനെ വര പോലെയൊക്കെ വരണം എന്നുണ്ട്, ഇച്ചിരി സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യാം, ഇച്ചിരി ഗ്രേവി ഉണ്ടാക്കാവേ. ആ ഗ്രേവിക്ക് ഇതേപോലെയാ ഒരു ഇച്ചിരി ഒലീവ് ഓയിലും ഒരു 2 ക്യൂബ് അല്ലെങ്കിൽ ഒരു 3 ക്യൂബ് ബട്ടർ. ഇതിനകത്തോട്ട് ഒരു 2-3 പച്ചമുളക്. അത് എരിവ് നോക്കുക, ചില പച്ചമുളക് അരി മാറ്റിയാൽ ഇച്ചിരി എരിവൊക്കെ കാണും, അതൊക്കെ നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ടൊമാറ്റോ, ഒത്തിരി ടൊമാറ്റോ ഒന്നും വേണ്ട കേട്ടോ, ചിലപ്പോൾ ഒരുപാട് പുളിയായി പോകും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ്, എല്ലാം ടൊമാറ്റോയുടെ കളിയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തായാലും ഒരു ഇച്ചിരി ഉപ്പിടണം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാല, എത്ര ചിക്കൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച്, കുറച്ച് പാപ്രിക്ക പൗഡർ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഏറ്റവും നല്ലത്. ഈ ടൊമാറ്റോയും സാധാരണ എല്ലാം ഈ ഒരു ഇച്ചിരി വെള്ളത്തിൽ കിടന്ന് വേവുന്ന നല്ലതെന്ന് പറയും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല വെള്ളം ഇവിടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതെങ്ങനെയാണെന്നറിയോ, തിളച്ച് കഴിഞ്ഞാൽ ഉടനെ ചിക്കനിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളം ഊറുവേ. ആ വെള്ളം ഒട്ടും കളയരുത്, അത് നമ്മുടെ ഈ ചിക്കൻ്റെ ഗ്രേവിയിലോട്ട് അങ്ങ് ഒഴിച്ചേച്ചാൽ മതി. ഒഴിച്ചേച്ച് ബാക്കി അടുപ്പേ വെക്കുവാന്നേലുണ്ടല്ലോ, ഇതേന്ന് പറഞ്ഞ പോലെ അതങ്ങ് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ കറിക്കുള്ള സ്വാദിനുള്ള ചിക്കൻ സ്റ്റോക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ വശത്ത് വെച്ചേക്കുന്ന ഇറച്ചി നല്ലോണം ഒന്ന് ആ ബട്ടറിലും ഒലിവ് ഓയിലിലും കിടന്നേച്ച് ഒന്നും മൊരിയാനും ഉണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ല ഗ്രില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അന്നേരം ഞാൻ ഒരു ഇച്ചിരി ഒരു 2 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുവാണേ. ഇപ്പം നമ്മുടെ ചിക്കൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഗ്രില്ലായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും മൊരിഞ്ഞാൽ മതി. കാര്യം എന്നാണെന്നറിയാവോ, ഒരുപാട് മൊരിക്കണ്ട. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാർക്കും ഒക്കെ കഴിക്കാനുള്ളതല്ലേ, ആർക്കാ കൊതിയില്ലാത്ത. ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി ക്രീം ചേർക്കാൻ പോവാം. ക്രീം ചേർക്കുന്നതിന് മുന്നേ ഒരു ശകലം വെള്ളം വേണം. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് ചേർത്തേച്ചാൽ മതി. ഇത് ഗ്രേവി എന്ന് പറയുന്നത് ഒരു പെരണ്ട ഗ്രേവിയാണ്. ഈ വെള്ളത്തിൻ്റെ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലേ, ടേസ്റ്റ്ലെസ് ആണ്. ആ ടേസ്റ്റ്ലെസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി ക്രീമിനകത്തോട്ട് ചേർക്കുക. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി മല്ലിയില. ആക്ച്വലി നമ്മുടെ ചിക്കൻ നമ്മുടെ ഗ്രിൽ പാനെ കിടന്ന് നല്ലോണം ഒന്ന് വെന്തേച്ച ശേഷമാണ് ഞാൻ ഗ്രില്ല് ചെയ്തെടുത്തത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് വേവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും വേവില്ല.
ഇനി ഈ പനീർ ബട്ടർ മസാലയുടെയൊക്കെ ഒരു ഗ്രേവി ഇല്ലേ, അതുപോലത്തെ ഗ്രേവി മതി ഇതിന്. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഒരുപാട് നമ്മുടെ ഈ നാടൻ ചിക്കൻ കറി പോലെ ഒന്നും ഒത്തിരി എന്നാ പറയുക ഗ്രേവിയോട് കൂടി വരുന്ന ഒരു കറി അല്ല ഇത്. ഇപ്പോൾ ഇത് നല്ലോണം പെരണ്ടു. നമുക്ക് ഇച്ചിരിയും കൂടി ഗ്രേവി ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ എന്നാ ഞാൻ ചെയ്യാൻ പോകുന്നത്, ബാക്കി ക്രീമും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ. നമുക്ക് ആ ക്രീമിൻ്റെ ടേസ്റ്റ് ഫുൾ വേണം, പക്ഷേ എന്നാൽ ഗ്രേവിയും വേണം. അതുകൊണ്ട് ഇച്ചിരി ഈ ക്രീം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തെ കൂടെ ഒന്ന് കഴുകി ഒഴിക്കാമെങ്കിൽ ആ ഫുൾ ക്രീം അങ്ങ് കിട്ടും. ഇതിനകത്ത് ശരിക്കും നമ്മൾ ഈ ക്രീം എന്നാ ചെയ്യണം, ഈ ചിക്കനെ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് കുറച്ച് സമയം ഈ ചിക്കനകത്ത് ക്രീം നമ്മൾ ചേർത്ത അരപ്പ് ഇതെല്ലാം ആ ചിക്കനകത്തോട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 to 10 minutes അതിന് വിട്ടു കൊടുക്കണം. അതിൻ്റെ കൂടെ ഞാനൊരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അതല്ല ഇത്രയും ക്രീമി വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ആ റെഡിഷ് കളർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്ക് റെഡിഷ് കളറിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം കുറച്ചൊരു ലൈറ്റ് ക്രീമി ടെക്സ്ചർ വരുന്ന എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്രീം ചേർക്കുന്നത്. അല്ലെങ്കിലും ഈ കറിക്ക് കുറച്ച് ക്രീം ചേർക്കുന്നതിനോടാണ് ടേസ്റ്റ് കൂടുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അതിന് മുമ്പ് ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ ഞാൻ ഇട്ടേച്ച് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് അടച്ചു വെക്കുക. ഇനി ഇത് കുറച്ച് നേരം നമ്മുടെ ക്രീമിലിരുന്ന് ചേർത്ത ബട്ടറും ഒലീവ് ഓയിലും എന്നാ പറയുക മസാലയെല്ലാം ചിക്കനകത്ത് പിടിച്ച് കഴിയുമ്പോൾ ഒരു 1ാം ക്ലാസ് കറിയാണ്. ഈ കറിക്ക് എന്നാന്ന് വെച്ചാൽ അപ്പമാണോ ദോശയാണോ എന്നൊന്നും ചോദിച്ചാൽ ഞാൻ അതൊന്നും പറയുകയില്ല. അതിന് ഏറ്റവും നല്ല കറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിക്കൻ വറുത്ത ഈ ഗ്രിൽ പാനിനകത്ത് ഇരിക്കുവാണേ, ഈ പാനിനകത്തോട്ട് തന്നെ ഇച്ചിരി ബട്ടർ അങ്ങോട്ട് തൂത്തേച്ച് നല്ല റൊട്ടി മേടിക്കുക, ബ്രെഡ് മേടിച്ചേച്ച് ത്രികോണമായിട്ട് കട്ട് ചെയ്തേച്ച് ഇതിനകത്ത് ഗ്രില്ല് ചെയ്ത് ഈ കറിയുടെ കൂടെ കൊടുത്താൽ ആഹാ എന്നാ നല്ല കോമ്പിനേഷനാണെന്നറിയാം. മറ്റെന്നാന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം ചപ്പാത്തിയോ പൂരിയോ ബട്ടൂരിയോ ഒക്കെ ഇതിൻ്റെ കൂടെ കഴിക്കരുത്. നല്ല ഗാർലിക് ബ്രെഡ് ആണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ ആ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. ഇത് കുറച്ച് എന്നാ പറയുക ടൊമാറ്റോ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇട്ടേക്കുന്നത് എന്നും പറഞ്ഞാൽ ഒരു ടൊമാറ്റോയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കോ പുളി കൂടുതലാണോ എന്നൊന്നും വിചാരിക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ കറികളും ഞാൻ തന്നെ ടേസ്റ്റിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. വരുന്ന ഗസ്റ്റ് കൂടെ തീരുമാനിക്കണമല്ലോ അത് ടേസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. എന്നാൽ മാത്രമേ എൻ്റെ പ്രേക്ഷകർ വിശ്വസിക്കുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഇച്ചിരിയൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ അല്ലേ.